രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്ത ആളാണ് മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ നിന്നുള്ള വെള്ളാരം കണ്ണുള്ള സുന്ദരി MP പ്രണീതി ഷിൻഡെ. ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രണീതി ഷിൻഡെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് പലപ്പോഴും അഭ്യൂഹങ്ങൾ പ്രചരിക്കാറുണ്ട്. തികഞ്ഞ കോൺഗ്രസുകാരനായ സുശീൽ കുമാർ ഷിൻഡെയുടെ മകളാണ് പ്രണീതി. അവർ കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് വനിതാ യുവനേതാവാണ്. ഭരണഘടനയെക്കുറിച്ചുള്ള പാർലമെന്റ് ചർച്ചയിന്മേലുള്ള അവരുടെ തീപ്പൊരി പ്രസംഗം കേൾക്കാൻ തുടങ്ങിയാൽ തീർന്നു കഴിയാതെ നിർത്താൻ തോന്നില്ല. വളരെ ശാന്തതയോടെയാണ് അവരുടെ പ്രസംഗം തുടങ്ങുന്നത്. പക്ഷേ ഇത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണ്. സംഘികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വലിച്ചു കീറുകയാണ് പ്രണീതി ഇവിടെ. मैं उस राज्य से हूँ जहाँ संत ज्ञानेश्वर, संत तुकाराम और संत रोहिदास जैसे अनेक संतों ने समाज को प्रेम और सद्भावना दी. दूसरी तरफ शिवाजी महाराज, संभाजी महाराज और शाहू महाराज जैसे शूरवीरों ने अपनी दूरदृष्टि से सामाजिक एकता और न्याय संगत समाज प्रणाली की स्थापना की. ഞാൻ സന്യാസിമാരായ ജ്ഞാനേശ്വർ, തൂക്കാറാം, രോഹിത്ദാസ് തുടങ്ങി അനേകം സന്യാസിമാർ സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകിയ സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. മറുവശത്ത് ശിവാജി മഹാരാജ്, സാംബാജി മഹാരാജ്, സാഹു മഹാരാജ് തുടങ്ങിയ വീരശൂരന്മാർ തങ്ങളുടെ ദീർഘവീക്ഷണത്താൽ സമുദായ ഐക്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. मैं उस महाराष्ट्र की पुत्री हूँ जहाँ महिलाओं के अधिकार सुनिश्चित करने हेतु अनेक आंदोलन द्वारा महात्मा ज्योतिबा फुले, क्रांति ज्योति सावित्रीबाई फुले जैसे समाज सुधारकों ने समाज को एक नई दिशा दी. സ്ത്രീകളുടെ അധികാര സംരക്ഷണത്തിനു വേണ്ടി അനേകം പോരാട്ടങ്ങൾ നടത്തിയ മഹാത്മാ ജ്യോതിബ ഫൂലെ, ക്രാന്തി ജ്യോതി, സാവിത്രിബായി ഫൂലെ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ സമൂഹത്തിന് പുതിയൊരു ദിശ നൽകിയ മഹാരാഷ്ട്രയുടെ പുത്രിയാണ് ഞാൻ. मैं उस महाराष्ट्र की बेटी हूँ जहाँ के महान सुपुत्र डॉक्टर बाबा साहेब अम्बेडकर जी ने इस देश को संविधान के रूप में एक सशक्त और न्याय संगत लोकतांत्रिक मूलाधार प्रदान किया. ബാബാ സാഹിബ് അംബേദ്കർ എന്ന മഹാരാഷ്ട്രയുടെ സൽപുത്രൻ ഭരണഘടനയിലൂടെ ഈ രാജ്യത്തെ കരുത്തുറ്റതും നീതിപൂർവവും ജനാധിപത്യപരവുമായ ഒരു രാജ്യമാക്കി മാറ്റിയ മഹാരാഷ്ട്രയുടെ പുത്രിയാണ്. पर आज उसी महाराष्ट्र में बीजेपी के सरकार के शपथ विधि के बिल्कुल 5 दिन बाद उसी संविधान की प्रत की विटंबना की जाती है. मैं इस बात का निषेध करती हूँ. परभणी जिले में संविधान के प्रत की विटंबना की गई. എന്നാൽ അവിടെ BJP സത്യപ്രതിജ്ഞ ചെയ്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ഭരണഘടനയുടെ കോപ്പികൾ കത്തിച്ചു. പർബാനി ജില്ലയിൽ ഭരണഘടനാ പുസ്തകം കത്തിച്ചതിനെ ഞാൻ ശക്തിയായി അപലപിക്കുന്നു. വെടിക്കെട്ട് തുടങ്ങിയതേ ഉള്ളൂ, കലാശക്കൊട്ട് വരെ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും കേട്ടോ. संविधान के हीरक महोत्सव के उपलक्ष्य में जब मेरे विचार रखने का मौका मुझे मिला तो मैं ये जरूर कहूंगी कि संविधान सिर्फ एक किताब या नियमों की एक संगति सूची नहीं है, बल्कि मेरी जान है संविधान, मेरी पहचान है संविधान और इस देश की आत्मा है संविधान. ഭരണഘടനയുടെ ഡയമണ്ട് ജൂബിലിക്ക് എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകിയതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടന എന്നുള്ളത് വെറും ഒരു പുസ്തകമോ നിയമങ്ങളുടെ ഒരു ലിസ്റ്റോ അല്ല, മറിച്ച് എന്റെ ജീവനാണ് ഭരണഘടന, എന്റെ ഐഡന്റിറ്റിയാണ് ഭരണഘടന, ഈ രാജ്യത്തിന്റെ ആത്മാവാണ് ഭരണഘടന. दूसरी तरफ आजादी के 50 साल बाद तक अपने तिरंगे को और संविधान को न मानने वाले सत्ता पक्ष के लोग इस देश की उसी आत्मा को कमजोर और खोखला करने की साजिश कर रहे हैं. इसी शुरुआत उसी दिन हो गई जिस दिन धर्मनिरपेक्षता, सेक्युलरिज्म जो संविधान का एक मूलभूत आधार स्तंभ है, उसी को लेके गाली या एक कलंक में रूपांतरित करने का प्रयत्न सत्ताधारियों द्वारा होने लगा है. മറുവശത്ത് നമ്മുടെ പതാകയും ഭരണഘടനയും മാനിക്കാത്ത ഭരണകക്ഷി അംഗങ്ങൾ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയാണ്. തുടങ്ങിയ ദിവസം മുതൽ ഇന്നത്തെ ഭരണകക്ഷി അംഗങ്ങൾ ആരംഭിച്ചതാണ് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായ മതനിരപേക്ഷതയെ നശിപ്പിക്കാനുള്ള ശ്രമം. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ സെക്യുലറിസത്തിനെ ഭരണകക്ഷി അംഗങ്ങൾ ഒരു കളങ്കവും ദുരുപയോഗവുമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. सेक्युलरिज्म को आज भी इस भारत देश की पहचान है. उसे सत्ताधारी पक्ष एक कमजोरी कर रहे हैं या एक बीमारी साबित करने की होड़ में लग गए हैं. മതനിരപേക്ഷത എന്നത് ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. അത് ഒരു ബലഹീനതയാണ് അല്ലെങ്കിൽ ഒരു രോഗമാണ് എന്ന് തെളിയിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. संविधान की किसी भी चर्चा या बहस को ये लोग सिर्फ इमरजेंसी पर ले जाते हैं, पर ये भूल जाते हैं कि स्वर्गीय इंदिरा गांधी जी, हमारी पहली महिला पंतप्रधान इंदिरा गांधी जी ने उस वक्त
हालातों के मद्देनजर वो संवैधानिक कदम उठाए थे और उस दौरान हुए गलतियों की माफी भी देश के जनता से मांगी थी। और इतना ही नहीं, उनके विरोधियों ने गठित की गई कमेटी ने उन पर लगे सारे इल्जामों से उन्हें बारी कर दिया था। ഭരണഘടനയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളെയും ഇവർ എമർജൻസിയിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇവർ സൗകര്യപൂർവ്വം മറക്കുകയാണ് രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ സമയത്തെ സാഹചര്യത്തിനനുസരിച്ച് ഭരണഘടനാപരമായ നടപടികൾ എടുത്തിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത് മാത്രവുമല്ല, ആ സമയത്ത് നടന്ന തെറ്റായ കാര്യങ്ങൾക്ക്, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ ചോദിച്ചതാണ്. അതുപോലെ ഇന്ദിരയെ എതിർത്തിരുന്നവർ രൂപീകരിച്ച അന്വേഷണ കമ്മിറ്റി അവർക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞതുമാണ്. मैं आज इस सदन में पूछना चाहती हूँ मोदी सरकार से, सॉरी 400 पार का नारा फेल होने के बाद एनडीए सरकार से पूछना चाहती हूँ, आप मणिपुर पर देश की जनता से माफी कब मांगोगे? आप किसान आंदोलन में शहीद हुए 700 से अधिक किसानों के परिवारों की माफी कब मांगोगे? ഞാൻ ഇന്ന് ഈ സഭയിൽ മോദി സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷമിക്കണം, ഇപ്രാവശ്യം 400-ന് മുകളിൽ എന്ന മുദ്രാവാക്യം പരാജയപ്പെട്ടതിന് ശേഷമുണ്ടായ NDA സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മണിപ്പൂരിലെ കലാപത്തിന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ എപ്പോഴാണ് മാപ്പ് ചോദിക്കുക? കർഷക സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 700-ലധികം കർഷകരുടെ കുടുംബാംഗങ്ങളോട് നിങ്ങൾ എന്നാണ് മാപ്പ് ചോദിക്കുക? नोटबंदी के चलते हजारों लोगों के परिवार और छोटे कारोबार बंद हुए, उसके लिए माफी कब मांगोगे? हाथरस के लिए, उन्नाव के लिए आप माफी कब मांगोगे? आए दिन महिलाओं पर हो रहे अत्याचारों के लिए माफी कब मांगोगे? നോട്ട് നിരോധനത്തിന്റെ പേരിൽ കഷ്ടം അനുഭവിച്ച ജനങ്ങളോടും കൂട്ടിപ്പോയ അനേകം ചെറുകിട കച്ചവടക്കാരോടും നിങ്ങൾ എന്നാണ് മാപ്പ് ചോദിക്കുക? ഹാത്രസിലും ഉന്നാവിലും BJP നേതാക്കൾ നടത്തിയ പീഡനങ്ങൾക്ക് നിങ്ങൾ എന്നാണ് മാപ്പ് ചോദിക്കുക? ദിനംപ്രതി സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും നിങ്ങൾ എന്നാണ് മാപ്പ് ചോദിക്കുക? जो बदलापुर में मासूम बच्चों के ऊपर मोलेस्टेशन हुआ, उसके लिए आप कब माफी मांगोगे? जेल में बैठकर अपराधी मर्डर प्लॉट्स गुजरात में सरकार उनको संरक्षण दे रही है, उसके लिए आप कब माफी मांगोगे? ബദലാപൂരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തതിന് എന്നാണ് മാപ്പ് ചോദിക്കുക? ഗുജറാത്ത് സർക്കാരിന്റെ സംരക്ഷണത്തിൽ ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾക്ക് നിങ്ങൾ എന്നാണ് മാപ്പ് ചോദിക്കുക? खैर, ये इनकी हिस्ट्री रही है या इनके DNA में है कि माफी सिर्फ खुद को बचाने के लिए अथॉरिटी में बैठे लोगों से मांगते हैं, आम जनता से ये माफी नहीं मांगते हैं. അവരുടെ ചരിത്രത്തിൽ DNA-യിൽ ഉള്ളതാണ് സ്വയം രക്ഷപ്പെടുന്നതിന്, അവരുടെ അഴിമതികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അധികാരികൾ അവർക്ക് കേസുകളിൽ മാപ്പ് നൽകുന്നത്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് എതിരെയുള്ള ക്രൂരതയ്ക്ക് ഇവർ ഒരിക്കലും മാപ്പ് ചോദിക്കില്ല. सत्ताधारी पक्ष के संविधान पर दिए गए भाषण सुनकर हंसी आ रही थी और अचरज भी हो रहा था, क्योंकि जो लोग इस देश में संविधान स्थापित होने के बाद हर पल संविधान को कोसते रहते हैं और हमेशा इस संविधान के विरोधी रहे हैं, उन्हीं को आज संविधान के गुणगान करते देख मन में प्रसन्नता हो रही है. ഭരണപക്ഷത്തുള്ളവരുടെ കോൺസ്റ്റിറ്റ്യൂഷന് മേലുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. അതുപോലെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ രാജ്യത്തെ ഭരണഘടന നിലവിൽ വന്നതു മുതൽ അതിനെ എതിർക്കുകയും എല്ലാ അവസരത്തിലും ഭരണഘടന ദുർബലപ്പെടുത്തുകയും മാത്രം ചെയ്യുന്നവർ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ, അവർ ഭരണഘടനയെ പുകഴ്ത്തുമ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്നു. और संविधान के प्रति मेरी निष्ठा द्विगुणित हो रही है, क्योंकि ये एहसास हो रहा था कितने ही झूठ के पहाड़ बना लो, सच के आगे आखिर झुकना ही पड़ता है. ഈ ആളുകൾ ഭരണഘടനയെക്കുറിച്ച് ഹിമാലയ പർവ്വതം പോലെയുള്ള നുണകൾ കെട്ടിപ്പൊക്കിയിട്ട് അവസാനം സത്യത്തിന്റെ മുൻപിൽ തലകുനിക്കേണ്ടി വന്നതിൽ ഭരണഘടനയോടുള്ള എന്റെ കൂറ് ഇരട്ടിക്കുകയാണ്. आरएसएस ने तिरंगा को माना नहीं था. उन्होंने कहा था कि 3 अंक अशुभ होता है. तो क्या ब्रह्मा विष्णु महेश अशुभ है? जो हम 3 रेखाएं माथे पे लिखते हैं वो अशुभ है? क्या त्रिशूल अशुभ है? ये मैं इन्हें पूछना चाहती हूँ. RSS ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞത് 3 എന്ന സംഖ്യ അശുഭമാണ് എന്നാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അശുഭമാണോ? തിരുനെറ്റിയിൽ ചാർത്തുന്ന 3 രേഖകൾ അശുഭമാണോ? തൃശൂലം അശുഭമാണോ? ഞാൻ ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. वर्ष 1993 में आरएसएस ने अपने श्वेत पत्र में संविधान को कचरे का ढेर करार दिया था. क्या ये तिरंगे के खिलाफ नहीं है? तत्कालीन आरएसएस
प्रमुख ने उस टाइम संविधान को बदलने की मांग की थी। धन्यवाद। ഭരണഘടന നനഞ്ഞ പേപ്പറിൽ കുറിച്ചുവെച്ച ചവർക്കൂമ്പാരമാണെന്നാണ് 1993 RSS പറഞ്ഞത്. ഇവർ ത്രിവർണ പതാകയ്ക്ക് എതിരല്ലേ? അന്നത്തെ RSS ചീഫ് ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റണം എന്ന് പറഞ്ഞതാണ്. आरएसएस महिलाओं को हमेशा पुरुषों से कमजोर समझती है। आरएसएस हमेशा महिलाओं को पुरुषों से कमजोर समझती है। RSS വനിതകളെ എന്നും പുരുഷന്മാരെക്കാൾ ബലഹീനരായിട്ടാണ് കാണുന്നത്. ये अफसोस होता है कि प्रधानमंत्री जी उनके ट्विटर हैंडल फॉलो करते हैं जो महिलाओं को गंदी गंदी गालियां देते हैं। इस बात का अफसोस होता है कि प्रधानमंत्री हमारे देश के प्रधानमंत्री ये करते हैं। സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന ആളുകളുടെ ട്വിറ്റർ ഹാൻഡിൽ പ്രധാനമന്ത്രി പിന്തുടരുന്നു എന്നുള്ളത് അറപ്പുളവാക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. जनवरी 26, 2001 में इन्होंने तिरंगा माना और इतने सालों बाद तिरंगे को नागपुर में होस्ट किया। 2001 ഇവർ ത്രിവർണ പതാകയെ അംഗീകരിക്കാൻ തയ്യാറായത്. അന്ന് മാത്രമാണ് നാഗ്പൂരിലെ ഇവരുടെ ആസ്ഥാനത്ത് ത്രിവർണ പതാക ഉയർത്തിയത്. मैं 2024 के लोकसभा इलेक्शन के बाद इन्हें एहसास हुआ कि संविधान को ज्यादा छेड़ेंगे तो सत्ता हाथ से निकल सकती है, इसीलिए अचानक संविधान के प्रति इनको प्यार उमड़ने लगा। 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്ക് ബോധ്യമായി ഭരണഘടനയെ തൊട്ടുകളിച്ചാൽ ഭരണം കയ്യിൽ നിന്ന് പോകുമെന്ന്. അതിനാൽ മാത്രമാണ് പെട്ടെന്നുള്ള ഇവരുടെ ഭരണഘടനാ പ്രേമം. विशेष रूप से राजनाथ सिंह जी ने, मैं उनका सम्मान करती हूँ, बयान में जाने अनजाने आजादी के बाद से लेकर 2014 तक सारी कांग्रेस सरकारों को ऐसे सर्टिफिकेट दे दिया जिसे कोई झुटला नहीं सकता। उनके मुताबिक संविधान की बदौलत एक गरीब का बच्चा प्रधानमंत्री बना। സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ 2014 വരെയുള്ള കോൺഗ്രസ് സർക്കാരുകൾക്ക് രാജ്നാഥ് സിംഗ് നൽകിയ സർട്ടിഫിക്കറ്റ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ ശക്തിയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം നൽകിയത്. मैं कुछ पंक्तियां कहना चाहती हूँ। मैं भारत का संविधान हूँ, लाल किले से बोल रहा हूँ। मैंने तो समता सौंपी थी, तुमने फर्क व्यवस्था कर दी। मैंने न्याय व्यवस्था दी थी, तुमने नर्क व्यवस्था कर दी। हर मंजिल ठहरी कर डाली, गंगा भी मैली कर डाली। न्याय व्यवस्था भी रोती है, गुंडों के घर में सोती है। ഞാൻ ഏതാനും വരികൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഭാരതത്തിന്റെ ഭരണഘടനയാണ്. റെഡ് ഫോർട്ടിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമത്വം തന്നു, നിങ്ങൾ വ്യത്യാസത്തിന്റെ സമ്പ്രദായമാണ് ഉണ്ടാക്കിയത്. ഞാൻ നിങ്ങൾക്ക് ന്യായ വ്യവസ്ഥ തന്നു, നിങ്ങൾ അതിനെ നരക വ്യവസ്ഥയാക്കി. നിങ്ങൾ എല്ലാം നശിപ്പിച്ചു, നിങ്ങൾ ഗംഗയെ നശിപ്പിച്ചു, നീതി സമ്പ്രദായം കളങ്കിതമാക്കി. അത് കരയുകയാണ്. ഗുണ്ടകളുടെ താവളങ്ങളിൽ നീതി ഉറങ്ങുകയാണ്. गांधी को गाली मिलती है, डाकू को ताली मिलती है। क्या आपराधिक चलन हुआ है? ഗാന്ധിക്ക് പീഡനം ലഭിക്കുന്നു, കൊള്ളക്കാരന് കൈയടി ലഭിക്കുന്നു. എന്തൊരു ക്രിമിനലുകളാണ് ഇവർ! ചുരുക്കി പറഞ്ഞാൽ പ്രണീതി ഷിൻഡെ സംഘിക്കൂട്ടങ്ങളുടെ തനി നിറം തുറന്നു കാണിച്ച് വലിച്ചു കീറി ചവറ്റുകൂട്ടയിൽ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി.